ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മുരിങ്ങയില റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ പലതരത്തിലുള്ള റൈസ് തയ്യാറാക്കാറുണ്ട്, പക്ഷേ ഇതൊരു വ്യത്യസ്ത രുചിയിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. നമുക്ക് ചില സമയങ്ങളിൽ പെട്ടെന്ന് ചോറ് മാത്രമേ ഉള്ളൂ, കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇതുപോലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. സ്കിന്നിനും ഹെയറിനും മാത്രമല്ല, ഹെൽത്തിനും വളരെയധികം ഉപകാരപ്രദമായ ഒന്നാണ് മുരിങ്ങയില. അപ്പം നമ്മുടെ ഫുഡിനകത്ത് ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇത് നമ്മൾ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3-4 തണ്ട് മുരിങ്ങയിലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഫ്രഷായിട്ട് നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ സ്കിന്നിനും ഹെയറിനും മാത്രമല്ല, വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് ഞാനിവിടെ ഉച്ചഭക്ഷണമാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ കൊണ്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു മുരിങ്ങയില ഓരോ ഇതളായിട്ട് നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇതിൽ ചിലന്തി വരെ അഴുക്കും പൊടിയൊക്കെ കാണും. അതുകൊണ്ട് നമ്മൾ ഇത് നോക്കിയതിന് ശേഷം ഒന്ന് കഴുകിക്കൊണ്ട് വരണം. കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 1 കപ്പ് മുരിങ്ങയിലയാണ് വേണ്ടത്. അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം മുരിങ്ങയില എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ മുരിങ്ങയില ഇവിടെ നല്ലപോലെ കഴുകി വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലപോലെക്ക് പിഴിഞ്ഞ് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കഴിവതും ഇതിൻ്റെ വെള്ളം ഇല്ലാതാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ, ഇതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് ഇനി തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ സവാള എല്ലാം ഇതുപോലെ നമുക്ക് പൊടിയായിട്ടൊന്ന്, ഒത്തിരി അങ്ങ് പൊടിയായിട്ട് വേണ്ട, അത്യാവശ്യം വലിപ്പത്തിൽ ഇതുപോലൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു വലിപ്പത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുവ് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് പരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടും. നമുക്കിനി ഇതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മുരിങ്ങയില ഒരു പകുതി വെന്ത് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്, പകുതി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി കപ്പലണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് തൊലി കളഞ്ഞ കപ്പലണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു മൂടി വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം. തുറന്നെടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഈ ഒരു സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുരുമുളക് പൊടിയാണ്. ആ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു അച്ചാറോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാം. അതല്ല എങ്കിൽ ഇതൊന്നും ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഉച്ചയ്ക്കൊക്കെ ലഞ്ചിന് നമുക്കിത് വളരെയധികം നല്ലതാണ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് മുരിങ്ങയില എടുത്തതിന് നമ്മൾ 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. വെന്ത ചോറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ ജയരിയാണ് എടുത്തിരിക്കുന്നത്. ജയരിയോ റേഷനരിയോ എന്ത് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചോറങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കണം. എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു, പിന്നെ ചേർക്കേണ്ടി വന്നില്ല. അത് കാരണം ഞാൻ പിന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം വേണമെന്നുള്ളവർക്ക് കുറച്ച് നാരങ്ങാനീരൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഉപ്പ് കുറച്ചുകൂടെ വേണ്ടി വരും. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ചോറ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് ഇതുപോലൊക്കെ ഇളക്കിയെടുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം. നമുക്കിത് അച്ചാറുണ്ടെങ്കിൽ കഴിക്കാം, അച്ചാറില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ആണെങ്കിലും കഴിക്കാം. ആ ഒരു കുരുമുളക് പൊടിയുടെയും അതുപോലെ ഇടയ്ക്ക് കടിക്കാൻ നമ്മൾ കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. ഞാൻ ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ മുരിങ്ങയില ഉപയോഗിക്കണമെന്നാണ്. അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾ മുതൽ മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണിത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.